ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മല ഇങ്ങനെ വഴിയരികിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമയം നിധി ആണെങ്കിലും നിർമ്മലയുടെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിക്കാൻ ശ്രമിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നിധി ഒരുപാട് തവണ ട്രൈ ചെയ്യാണ്. എവിടെയായിരിക്കും നിർമ്മലാമ്മയെ ഇന്നലെ കണ്ടു, ഇന്ന് നിർമ്മലാമ്മ എവിടെ, അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന സങ്കടത്തോടു കൂടി ഒരുപാട് തവണ നിധി ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഫോൺ കിട്ടുന്നില്ല. ഈ സമയം നിർമ്മല റോഡരികിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരുടെയും കണ്ണിൽപ്പെടാതെ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിർമ്മല പോകുന്നത് കേട്ടോ. ആ സമയം ഇങ്ങനെ CKC കാറിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ CKC ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും പ്രണവിനെ ആർക്കും കയ്യിൽ കിട്ടരുത്, നമ്മുടെ കസ്റ്റഡിയിൽ പ്രണവ് ആവണം, ആ സ്വത്തുക്കൾ ഒരിക്കലും ആരിലോട്ടും പോകരുത്, അതെന്റെ ഒരു ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ആരിലോട്ടും ആ സ്വത്ത് പോവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ഇങ്ങനെ ഫോണിൽ ഗുണ്ടകളുമായി സംസാരിച്ചിട്ടാണ് CKC വരുന്നത്. അപ്പോൾ ഈ CKC ഇതിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിലൂടെ നിർമ്മല റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാനായിട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, പ്രണവ് ഒരിക്കലും അടുത്ത 8-ാം തീയതി വരെ അവനെ ആരുടെയും കയ്യിൽ കിട്ടാൻ പാടില്ല, അവനെ പൊക്കിയിരിക്കണം എന്നുള്ള സത്യം പറയാനായിട്ടോ. ആ രജിസ്ട്രേഷൻ നടക്കാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നിർമ്മലയെ കണ്ണി കാണുന്നത്. അപ്പോഴേക്കും ഡ്രൈവറോട് നിർത്ത് എന്ന് പറയണേ. അങ്ങനെ വണ്ടി ബാക്കിലോട്ട് എടുക്കാൻ പറയണേ. പിന്നീട് വണ്ടി ബാക്കിലോട്ട് എടുക്കുമ്പോൾ നിർമ്മല അവിടെ ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും. ഉടൻ തന്നെ കാറ് തുറന്ന് ഇങ്ങനെ CKC ഇറങ്ങാണ്. ഈ സമയം നിധിയാണെങ്കിലും ആ സൈഡിലൂടെ ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. എവിടെ ആയിരിക്കും നിർമ്മലാമ്മ, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഈശ്വര അവരെന്നെ കണ്ണിൽ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിധി വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയമാണെങ്കിലും ഈ CKC നിർമ്മലയുടെ മുന്നിലോട്ട് ചെല്ലാണ്. നിർമ്മലയാണെങ്കിലും ആകെ പെട്ടുപോവാണ്. ഈ സമയം നിർമ്മലയോട്, എടി നിന്നെ ഞാൻ കയ്യിൽ കിട്ടാൻ ഒത്തിരി നാളായി ഞാൻ കാത്തിരിക്കുന്നത്, നിന്നെ കയ്യിൽ കിട്ടാൻ ഗുണ്ടകൾക്ക് പൈസ പോലും ഞാൻ കൊടുത്തിരിക്കുന്നു, മര്യാദക്ക് പറയടി, നിന്റെ മകൻ എവിടെ, എന്നിൽ ജനിച്ച നിന്റെ മകനെവിടെ, അത് പറ. ഒരിക്കലും മൃഗമേ, നിനക്ക് ഞാനത് പറഞ്ഞു തരില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാടാ. നീ വിചാരിക്കുന്നത് പോലെ എന്റെ മകനെ എന്നിലോട്ട് ഞാൻ വലിച്ചിട്ടില്ല, നിന്നെ കൊണ്ട് പാറിപ്പിക്കാൻ എനിക്കറിയാടി. ആരടി നിന്റെ മകൻ, ആ മകനെ എന്റെ കയ്യിൽ കെട്ടണം, നിന്നെയും അവനെയും വെട്ടി തുണ്ടമാക്കി പുഴയിലോട്ട് എറിയണം എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല പറയണേ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും ആ മകൻ നിങ്ങൾക്ക് ആഞ്ഞെടുക്കാൻ ഒരു ദിവസം പുറത്തോട്ട് വരും, അന്ന് മാത്രമാണ് നിങ്ങൾ എന്റെ മകനെ കാണത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ എന്റെ മകനെ കാണില്ല എന്ന് പറയാനിട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി CKC അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ കൂടി പാറിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർമ്മലയുടെ കഴുത്തിന് പിടിച്ച് കാറിലോട്ട് അങ്ങ് തള്ളാൻ നോക്കുമ്പോൾ നിർമ്മല കുതിരാണ്. അത് കണ്ടിട്ടാണ് നിധി ആ വഴിയിലൂടെ വരുന്നത്. അയ്യോ, ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്, ഇത് CKC ആണല്ലോ, ആരെയാണ് ഇങ്ങനെ ആക്രമിക്കാൻ നോക്കുന്നത്, അതും പെരുവഴിയിൽ വെച്ച്, ആരെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച തന്റെ മുന്നിൽ നിർമ്മലയായിരിക്കൂട്ടോ. നിർമ്മല ഇങ്ങനെ ഓടുന്ന രംഗമാണ് നിധി കാണുന്നത്. ഈ സമയം CKC ഗുണ്ടയോട് പറയണം, മര്യാദക്ക് പിടിക്കട അവളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ CKCയും ഈ ഗുണ്ടയും കൂടി നിർമ്മലയുടെ ഒപ്പം ഓടുകയാണ്. നിർമ്മല മുന്നിൽ ഓടിയിരിക്കുന്നു. ഇതിന് പിറകെ നിധിയും ഓടുകയാണ്. നിർമ്മലാമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. CKC ആണെങ്കിലോ അവളെ അവളെ വെറുതെ വിടരുത്, കയ്യിൽ കിട്ടി അവളെ വെറുതെ വിട്ടല്ല ഇനി ആപത്ത് എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഓടിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം നിർമ്മല മൃഗത്തിന്റെ കയ്യിൽ, ആ വൃത്തികെട്ടവന്റെ കയ്യിൽ എന്നെ അകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകന്റെ ജീവിതം അത് എന്തായാലും ഇല്ലാതാവും, അതുകൊണ്ട് തന്നെ പെടാൻ പാടില്ലെന്ന ഭാവത്തിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് സൈഡിൽ ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ടാവും. ആ കാറിന്റെ പിറകിലോട്ട് അങ്ങ് മറയാണ് നിർമ്മല. ഈ സമയം CKC ഗുണ്ടയോട് പറയുന്നുണ്ട്, എവിടെയാണ് അവൾ, അറിയില്ല, ഇവിടെ 3 റോഡും കൂടിയിട്ടുണ്ട്, ഏത് റോഡിലോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആ ഗുണ്ടയുടെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം നിധി അവിടെ സ്റ്റെക്ക് ആവുകയാണ്. അപ്പോൾ തന്നെ നിധി നിർമ്മലാമ്മ എങ്ങോട്ട് പോയി, നിർമ്മലാമ്മയെ CKCയുടെ കയ്യിൽ കിട്ടിയാൽ അത് ആപത്ത്, എന്തിനായിരിക്കും നിർമ്മലാമ്മയെ ഓടിക്കുന്നത്, എന്തായിരിക്കും നിർമ്മലാമ്മയും CKCയും തമ്മിലുള്ള ബന്ധം എന്ന ചോദ്യം പലവട്ടങ്ങളായി നിധി തന്നോട് തന്നെ ചോദിക്കാണ്. ആ സമയം CKC ആണെങ്കിലും ഗുണ്ടയോട് പറയണേ, ഏതാ നെറുകെട്ടവനെ, നിന്നോട് ഞാൻ അവളെ പിടിക്കാൻ പറഞ്ഞിട്ട് അവളെ പിടിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് നീ അവളെ ഒന്ന് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് അവൾ ഏത് വഴി പോയി എന്ന് കാണാനെങ്കിലും കഴിയണം. അപ്പോഴേക്കും ഈ ഗുണ്ട ചോദിക്കുകയാണ്, അതെന്നെ CKC, ഈ 3 റോഡിലൂടെ ഏത് വഴിയായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക, എന്തട നായ നീ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് CKC കരണക്കുറ്റി നോക്കി ഗുണ്ടയെ അടിക്കുമ്പോഴും നിർമ്മലാമ്മ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, കാറിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല. അങ്ങനെ എടാ നായ നീ എന്താടാ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് അടി തുടങ്ങിയാണ് കേട്ടോ. ഇതേ സമയം മര്യാദക്ക് പിടിക്കട എന്ന് പറഞ്ഞ് തന്റെ ഫോൺ എടുത്തിട്ട് വേറൊരു ഗുണ്ടക്ക് വിളിക്കാൻ കേട്ടോ, നീ എവിടെയാ
എടാ ഞാനിത് യാത്രയിലാണ്, നിനക്ക് ഞാനൊരു ഫോട്ടോ അയച്ചെന്ന് തന്നില്ല, നിർമ്മല എന്ന് പറയുന്ന സ്ത്രീയുടെ, അവരെ പിടിക്കണം, അവരെ പിടിച്ച് എന്റെ മുന്നിലോട്ട് ഇട്ടു തരണം എന്ന് പറയുന്നത്. അതിനെന്താ സാർ, ഞാൻ ഒത്തിരി തവണയായി അവര് ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നു, പക്ഷെ അവർ ഈ നാട്ടിലില്ല, അവരെ എന്റെ കൺമുന്നിൽ കണ്ടിട്ടില്ല. ഇവിടെ നെറുകെട്ടവനെ വെറുതെ പറയുന്നു, എന്റെ പണവും മേടിച്ച് നീ കയ്യിലാക്കിയിട്ട് നീ ചിലക്കന കിടന്നിട്ട് വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് തെറിവാശ പറഞ്ഞിട്ട് അവൾ എന്റെ മുന്നിൽ ഇപ്പൊ അകപ്പെട്ടു, അവളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ, സാർ ഞാൻ തീർച്ചയായും അവളെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പിടിച്ചിരിക്കും, ഉറപ്പാണ് ഇവിടെ. അതെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം ഈ ഗുഡ വീണ്ടും CKCയോട് പറയണേ, ആ സ്ത്രീ എങ്ങോട്ടാ പോയിട്ടുള്ളത്? എടാ എന്നോട് നീ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അല്ല സാറ് എന്തിനാണ് ആ സ്ത്രീയെ പിടിക്കാൻ നോക്കുന്നത്? നീ എന്നോട് ചോദ്യം വേണ്ടടാ എന്ന് പറഞ്ഞ് വീണ്ടും മടിക്കുന്നു കേട്ടോ. പിന്നീട് നിധിയാണ് കാണിക്കുന്നത്. നിധി, ഈശ്വര, നിർമ്മലാമ്മ എന്തിനായിരിക്കും CKCയുടെ മുന്നിൽ അകപ്പെട്ടപ്പോൾ അയാൾ നിർമ്മലാമ്മയെ ദ്രോഹിക്കാൻ നോക്കുന്നത്? എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ നിർമ്മലാമ്മയും CKCയും തമ്മിൽ, അതെന്തായിരിക്കും? എന്തായാലും CKC ഇനി നിർമ്മലാമ്മയെ വെറുതെ വിടില്ല. നിർമ്മലാമ്മ എങ്ങോട്ട് പോയി ഈശ്വര, എന്റെ മുന്നിൽ ഒന്ന് കാണിച്ചു തന്നെങ്കിൽ, എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ നിർമ്മലാമ്മ വേറൊരു വഴിയിലൂടെ പോയിട്ടുണ്ടാകും. പിന്നീട് നിധി വേറൊരു വഴിയിലൂടെയും പോവാണ്. അങ്ങനെ നിധിയും നിർമ്മലാമ്മയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, നിർമ്മലാമ്മ ആ വഴി എങ്ങോട്ട് പോയി? ഞാൻ ആ സ്കൂളിന് പിറകിലൂടെ ഈ വഴിയിലൂടെ വന്നതാണ്, അവന്റെ കണ്ണുകളിൽ ഞാൻ അകപ്പെടാൻ പാടില്ല. അത് കേട്ട ഉടനെ അത് തന്നെയാണ് എന്റെയും ചോദ്യം, എന്താണ് നിർമ്മലാമ്മയും അവനും തമ്മിലുള്ള ബന്ധം? അത് കേൾക്കുന്ന നിധിയുടെ മുന്നിൽ നിർമ്മല അങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, ഈശ്വര ഇവൾ കണ്ടെത്തിയിരിക്കുന്നു ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ഗൗതമിന്റെ അച്ഛനാണ് അവൻ എന്ന് സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്താണ്, ഒരിക്കലും അത് അറിയാൻ പാടില്ല. ആ മൃഗം, ആ വൃത്തികെട്ടവനാണ് എന്റെ ഗൗതമിന്റെ അച്ഛൻ എന്നുള്ള സത്യം ഒരിക്കലും പുറലോകം അറിയാൻ പാടില്ല, അത് അറിയിക്കരുത്. എന്താ നിർമ്മലാമ്മ ഇത്ര വല്ലാതെ ആലോചിക്കുന്നതെന്ന് നിധി ചോദിക്കുകയും ഒന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ പറയാത്ത? എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? അത് പിന്നെ എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുമ്പോൾ നിർമ്മലാമ്മ തെറ്റില്ലെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നിർമ്മലാമ്മയെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. അതുപോലെ എന്താ നിർമ്മലാമ്മേ, എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ? അത് CKC ഞാനുമായുള്ള ബന്ധം, ഗൗതമിന്റെ അമ്മ ഞാനാണെന്നുള്ള സത്യം അയാൾ അറിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ? വെളിയിൽ ആർക്കും അറിയാത്ത ആ സത്യം എങ്ങനെ അറിയുന്നു? അതൊരു പക്ഷെ ശിവാനിയിലൂടെ ആണെങ്കിലോ? ശിവാനിക്ക് ആ സത്യം അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ? അയ്യോ ഈശ്വര, കുഴപ്പിച്ചല്ലോ. ഇവള് ഇനി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തുത്തരം ഇവൾക്ക് നൽകും എന്നിങ്ങനെ നിർമ്മല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം എന്താ നിർമ്മലാമ്മയെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ലല്ലോ? നിർമ്മലാമ്മ എന്താ ഉരുണ്ട് കളിക്കുന്നത്? അത് കേട്ട ഉടൻ തന്നെ നിർമ്മല, ഈശ്വര ഇവളോട് എന്ത് ഉത്തരം പറയും? എന്താ നിർമ്മല അമ്മേ, ഈ സത്യം എങ്ങനെ ആരറിഞ്ഞു? ഇതൊന്നല്ല, വേറെ എന്തെങ്കിലും എന്നിൽ നിന്ന് മറിച്ചു വെക്കുന്നുണ്ട്? അയ്യോ അതല്ല, അവർക്ക് എന്നെ കിട്ടണം, എന്നിട്ട് ഞാനൊരു ജോലിക്കാരിയല്ലേ, ആ സത്യം അവരെ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാനാണ് ഗൗതമിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവർക്ക് പരിഹസിക്കാൻ വേണ്ടിയാണ് എന്നെ കിട്ടിക്കഴിഞ്ഞ ഗൗതമിന്റെയും എന്റെയും DNA ടെസ്റ്റ് നടത്താനുള്ള ആ ഒരു പരിപാടിയാണ്. എന്താ നിർമ്മലാമ്മ ഈ പറയുന്ന? ഗൗതം അറിയാതെ ഗൗതമിന്റെ DNA ടെസ്റ്റ് നടത്തി എന്തൊക്കെയാ നിർമ്മലാമ്മ പറയുന്നത്? ഈശ്വര ഇവൾ കുഴപ്പിക്കുകയാണല്ലോ, ഇവൾ എന്നെ കൊണ്ട് സത്യങ്ങൾ തുറന്നു പറയിപ്പിക്കുമോ എന്ന പേടിയിൽ നിധിക്ക് മുന്നിൽ നിർമ്മലാമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.